പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ LDCയുടെ റിവിഷൻ സീരീസിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഐ ടിയുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, സിസ്റ്റം സോഫ്റ്റ്വെയറുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ സിസ്റ്റം സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? ഏതാ ആൻസർ? ഓപ്ഷൻ ബി ഫേസ്ബുക്ക് ആണ് കേട്ടോ. ഫേസ്ബുക്കാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമല്ലാത്തത്. അപ്പം സിസ്റ്റം സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ലാംഗ്വേജ് സോഫ്റ്റ്വെയർ, അതുപോലെ ഓയിസ്, പിന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഒക്കെ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ്. ഫേസ്ബുക്ക് എന്തല്ല? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമല്ല. രണ്ടാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം ഏതാണ്? കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം ഏതാണ്? ഏതാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS ആണ് കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം എന്ന് അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് എന്താണ്? കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് എന്താണ്? എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് എന്താ? OS ആണ്. 4, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ഏതാ? മൈക്രോസോഫ്റ്റ് ആണ്. ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ച സ്ഥാപനം ഏതാ? മൈക്രോസോഫ്റ്റ് ആണ്. 5ാമത്തെ ചോദ്യം, വിൻഡോസ് സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ഏതാണ്? വിൻഡോസ് സോഫ്റ്റ്വെയർ OS പുറത്തിറങ്ങിയ വർഷം ഏതാണ്? ഏത് വർഷമാണ് പുറത്തിറങ്ങിയത്? 1985 പുറത്തിറങ്ങുന്നത്. 6ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? വിൻഡോസ് ആണ്. ഓപ്ഷൻ ഡി വിൻഡോസ് ആണ്. 7ാമത്തെ ചോദ്യം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആദ്യത്തെ പതിപ്പ് ഏതാണ്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആദ്യത്തെ പതിപ്പ് ഏതാണ്? ഏതാ? വിൻഡോസ് 1.0 ആണ്. ഓപ്ഷൻ ഡി വിൻഡോസ് 1.0 ആണ്. 8ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ആരാണ്? മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ആരാണ്? ആരാ? ബിൽ ഗേറ്റ്സ് ആണ്. ഓപ്ഷൻ ഡി ബിൽ ഗേറ്റ്സ് ആണ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പമുള്ള ഡിഫാൾട്ട് ബ്രൗസർ ഏതാണ്? വിൻഡോസ് 10 OSന്റെ കൂടെയുള്ള ഡിഫാൾട്ട് ബ്രൗസർ ഏതാണ്? ഏതാ? എഡ്ജ് ആണ്. ഓപ്ഷൻ ബി എഡ്ജ് ആണ്. അപ്പോൾ എഡ്ജ് എന്ന് പറയുന്നത് എന്താ? ഒരു ബ്രൗസറിന് ഉദാഹരണമാണ്. ഇത് എഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെയും പഠിച്ചു വെക്കുക. എഡ്ജ് എന്താ? ഒരു ബ്രൗസറിന് ഉദാഹരണമാണ്. ഇനി 10, നിലവിൽ വിൻഡോസ് OS അവസാനമായിട്ട് പുറത്തിറക്കിയ പതിപ്പ് ഏതാണ്? അല്ലെങ്കിൽ വിൻഡോസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാണ്? വിൻഡോസ് OSന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഏതാ? വിൻഡോസ് 11 തന്നെയാണ്. വിൻഡോസ് 11 തന്നെയാണ്. ഇനി 11, മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസിന്റെ OS ഏതാണ്? മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസിന്റെ OS ഏതാണ്? ഏതാ? വിൻഡോസ് മൊബൈലാണ്. ഓപ്ഷൻ സി വിൻഡോസ് മൊബൈലാണ്. ഇനി 12, IBM വികസിപ്പിച്ചെടുത്ത യൂണിക്സ് അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? IBM വികസിപ്പിച്ചെടുത്ത യൂണിക്സ് അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഏതാ? AIX ആണ് കേട്ടോ. AIX. ഓപ്ഷൻ ബി AIX. 13, ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന OS അറിയപ്പെടുന്നത് എന്താണ്? ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന OS അറിയപ്പെടുന്നത് എന്നാണ്? എന്താ അറിയപ്പെടുന്നത്? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 14ാമത്തെ ചോദ്യം, ഒരേ സമയം ഒന്നിലധികം യൂസറിന് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാനും സാധിക്കുന്ന OS ഏതാണ്? ഒരേ സമയം ഒന്നിലധികം യൂസറിന് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാനും സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആട്ടോ. മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
ഇനി 15 ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായിട്ട് റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായിട്ട് റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ടൈം ഷെയറിംഗ് OS ആണ് കേട്ടോ. ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 16 ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ സാധിക്കുന്ന OS മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ആണ് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ സാധിക്കുന്ന OS ആണ് ഇത് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 17 ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്ത് തീർക്കണമെന്ന് നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന് നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്ത് തീർക്കണമെന്ന് നിബന്ധനയുള്ള OS ആണ് ഇത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി 18 ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും അതുപോലെ വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും അതുപോലെ വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ സി സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളാണ്. ഇനി 19 ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന OS ഏതാണ്? ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന OS ഏതാണ്? മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. 20 സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് കേട്ടോ. റിച്ചാർഡ് സ്റ്റാൾമാനെ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാണ് ആര്? റിച്ചാർഡ് സ്റ്റാൾമാന്. 21 സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ഏതാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ഏതാണ്? 1985 22ാമത്തെ ചോദ്യം പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് എന്താണ്? പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് അല്ലേ. നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലേ. അതേപോലെ ക്യാപ്കട്ടൊക്കെ വരുന്നത് അത് വീഡിയോ മാത്രം എഡിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെയൊക്കെയാണ് ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലേ. പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകൾ അതാണ് ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി 23 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1 ഇമേജ് എഡിറ്റർ, 2 വേർഡ് പ്രൊസസ്സർ, 3 വിൻഡോസ്, 4 സ്പ്രെഡ്ഷീറ്റ്. ഏതായിരിക്കും ഇതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്തത്? വിൻഡോസ് ആണല്ലേ. വിൻഡോസ് എന്താ ഒരു OSന് ഉദാഹരണമാണ് ഇത് വിൻഡോസ് എന്ന് പറയുന്നത് അല്ലേ. ബാക്കിയൊക്കെ എന്ത് തന്നെയാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി 24 MS വേർഡിൽ ഡോക്യുമെന്റിന്റെ പേരടങ്ങിയിരിക്കുന്ന ബാർ ഏതാണ്? MS വേർഡിൽ ഡോക്യുമെന്റിന്റെ പേരടങ്ങിയിരിക്കുന്ന ബാർ 24 ടൈറ്റിൽ ബാർ ആണ് കേട്ടോ. ടൈറ്റിൽ ബാർ. ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ. MS വേർഡിൽ ഡോക്യുമെന്റിന്റെ പേരടങ്ങിയിരിക്കുന്ന ബാറാണ് ഇത് ടൈറ്റിൽ ബാർ. 25 ഒരു ഡോക്യുമെന്റിന്റെ ഫോണ്ട് അതുപോലെ ബോർഡർ, പശ്ചാത്തല മാർജിൻ തുടങ്ങിയവ മാറ്റാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു ഡോക്യുമെന്റിന്റെ ഫോണ്ട് അതുപോലെ ബോർഡർ, പശ്ചാത്തല മാർജിൻ തുടങ്ങിയവ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഫോർമാറ്റ് മെനു ആണ്. ഓപ്ഷൻ ഡി ഫോർമാറ്റ് മെനു. 26 ചിത്രങ്ങൾ, വീഡിയോ തുടങ്ങിയ ഡോക്യുമെന്റിലേക്ക് ചേർക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഒരു ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്?
എന്താ ഇൻസേർട്ട് മെനു തന്നെയാണ് അല്ലേ. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് മെനു തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 27 MS Excel വിവിധ ചാർട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെനു ഏതാണ്? MS Excel വിവിധ ചാർട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെനു ഏതാണ്? ഏതാ? ഇൻസേർട്ട് മെനു തന്നെയാണ്. ഏതാ? ഇൻസേർട്ട് മെനു ആണ്. 28ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലെ. ഓപ്ഷൻ എ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നതാണ് ഇത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന്. 29 ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ഏതാ? റീസൈക്കിൾ ബിൻ അല്ലെ. ഓപ്ഷൻ എ റീസൈക്കിൾ ബിൻ ആണ്. ഇനി 30 MS Excel 2007 ഒരു വർക്ക് ഷീറ്റിലുള്ള ആകെ കോളങ്ങളുടെ എണ്ണം എത്രയാണ്? MS Excel 2007 ഒരു വർക്ക് ഷീറ്റിലുള്ള ആകെ കോളങ്ങളുടെ എണ്ണം എത്രയാണ്? എത്രയാ? 16384 ആണ് കേട്ടോ. 16384. 31ാമത്തെ ചോദ്യം, MS വിൻഡോസിന്റെ ടെക്സ്റ്റ് എഡിറ്റർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? MS വിൻഡോസിന്റെ ടെക്സ്റ്റ് എഡിറ്റർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാ? നോട്ട് പാഡ് കേട്ടോ. നോട്ട് പാഡ് എന്ന പേരിലാണ്. ഓപ്ഷൻ എ നോട്ട് പാഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 32 ഒരു ഫയലിന്റെ സൈസിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഒരു ഫയലിന്റെ സൈസിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതി എന്താ? കംപ്രഷറാണ്. ഓപ്ഷൻ എ കംപ്രഷർ. 33 പരസ്പര ബന്ധമുള്ള വിവരങ്ങളുടെ ഒരു ശേഖരണമാണ് ഡാഷ്. പരസ്പര ബന്ധമുള്ള വിവരങ്ങളുടെ ഒരു ശേഖരമാണ് ഡാഷ്. എന്താ? ഫയലുകൾ അല്ലെ. ഓപ്ഷൻ ഡി ഫയലുകൾ. 34 യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാന്ന് കണ്ടെത്താം. ഏതാ? വേർഡ് പ്രോസസ്സറാണ്. ഓപ്ഷൻ സി വേർഡ് പ്രോസസ്സർ. എന്തായിരുന്നു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളായിരുന്നു ഇത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞില്ലേ. ഇവിടെ എന്താ? വേർഡ് പ്രോസസ്സർ എന്തിനു ഉദാഹരണമായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? വേർഡ് പ്രോസസ്സർ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? അത് സ്പെഷ്യൽ അല്ലേ, അല്ലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലേ, പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് വേർഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് പറയുന്ന പേരെന്തായിരുന്നു? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലേ. പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകളാണ് ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഇത് വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? സോർട്ടിങ്ങും കംപ്രഷനും ഡിലീറ്റിങ്ങും. ഇതെന്താ? ഇത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് അല്ലേ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം ഏതൊക്കെ? സോർട്ടിങ്, കംപ്രഷന്, അതുപോലെ ഡിലീറ്റിംഗ് ഒക്കെ പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്തത് ഏതാ? വേർഡ് പ്രോസസ്സർ ആണ്. ഇനി 35 ഒരു കംപ്രസ്ഡ് ഫയൽ വലുതാക്കി അതിൻ്റെ യഥാർത്ഥ ഫയൽ സൈസിലേക്ക് മാറ്റുന്ന രീതി ഏതാണ്? ഒരു കംപ്രസ്ഡ് ഫയൽ വലുതാക്കിയിട്ട് അതിൻ്റെ യഥാർത്ഥ ഫയൽ സൈസിലേക്ക് മാറ്റുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെയാ? ഡീകംപ്രഷൻ എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ഡീകംപ്രഷൻ. ഇനി 36 ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഏതാ? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഏതായിരുന്നു? മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ് അല്ലേ. ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ്. 37 MS ആക്സസ് ടേബിളിലെ കോളങ്ങൾ അറിയപ്പെടുന്നത് എന്താ? MS ആക്സസിലെ ടേബിളിലെ കോളങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? എന്താ? ഫീൽഡ് അല്ലേ. ഓപ്ഷൻ ഡി ഫീൽഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 38 സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനായുള്ള ഡാറ്റാ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന MS ഓഫീസ് ആപ്ലിക്കേഷൻ ഏതാണ്? സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനായിട്ടുള്ള ഡാറ്റാ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന MS ഓഫീസ് ആപ്ലിക്കേഷൻ ഏതാ? മൈക്രോസോഫ്റ്റ് ആക്സസ് തന്നെയാണ്. മൈക്രോസോഫ്റ്റ് ആക്സസ് തന്നെയാണ്. 39 കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള അവതരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന MS ഓഫീസിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ്? കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള അവതരണത്തിനായിട്ട് എന്താ? നമ്മൾ സെമിനാറൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന MS ഓഫീസിൻ്റെ ആപ്ലിക്കേഷൻ ഏതാ? അത് തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ ആണിത്.
ഏതാ? പവർ പോയിന്റ് അല്ല, ഓപ്ഷൻ സി പവർ പോയിന്റ് ആണ്. 40 പവർ പോയിന്റിന്റെ പ്രാഥമിക ഫയൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പവർ പോയിന്റിലെ പ്രാഥമിക ഫയൽ അറിയപ്പെടുന്നത് ഏത് പേരിലാ? പ്രസന്റേഷൻ ആണ്. ഓപ്ഷൻ ബി പ്രസന്റേഷൻ എന്നാണ്. 41 ഒരു ചിത്രം എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു ചിത്രം എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഏതാ? ഇമേജ് എഡിറ്റർ ആണ് അല്ലേ, ഓപ്ഷൻ സി ഇമേജ് എഡിറ്റർ ആണ്. 42 ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷൻ ഏതാണ്? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷൻ ഏതാ? ജിംബ് ആണ്. ഓപ്ഷൻ എ ജിംബ് ആണ്. ജിംബ് ഏതില? ലിനക്സിൽ ഉപയോഗിക്കുന്നതാണ് ഏത്? ജിംബ്. 43 അഡോബ് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ ആരാണ്? അഡോബ് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ ആരാണ്? ആരാ അഡോബ് ഫോട്ടോഷോപ്പിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? തോമസ് നോൾ ആണ് കേട്ടോ. ആരാ? തോമസ് നോള്. ഓപ്ഷൻ സി തോമസ് നോള്. ഈ 44ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏതാണ്? കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏതാണ്? ഏതാ? കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ഇത് മെഷീൻ ലാംഗ്വേജ്. ഓപ്ഷൻ ബി മെഷീൻ ലാംഗ്വേജ്. 45 പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ എത്രയായിട്ട് തരംതിരിക്കാം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ എത്രയായിട്ട് തരംതിരിക്കാം? എത്രയാ? 2 ആണ്. ഓപ്ഷൻ എ 2 ആണ്. 46ാമത്തെ ചോദ്യം, മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബൈനറി സംഖ്യാ സമ്പ്രദായമാണ് കേട്ടോ. ബൈനറി സംഖ്യാ സമ്പ്രദായം. 47 മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഏതൊക്കെ സംഖ്യകളാണ് ഉപയോഗിക്കുന്നത്? 0യും 1ഉമാണ്. ഓപ്ഷൻ ബി 0യും 1ഉമാണ്. 48 സി ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സി ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആരാ? ഡെന്നിസ് റിച്ചി ആണ്. ഓപ്ഷൻ സി ഡെന്നിസ് റിച്ചി. 49 C++ ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? C++ന്റെ ലാംഗ്വേജ് ഉപജ്ഞാതാവ് ആരാ? ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാ? ആരാ? സ്ട്രോസ്ട്രെപ്പ് ആണ്. ആരാ? സ്ട്രോസ്ട്രെപ്പ്. ഓപ്ഷൻ ബി ആണ് സ്ട്രോസ്ട്രെപ്പ്. 50 പൈത്തോൺ ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പൈത്തോൺ ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആരാ? ഗൈഡോ വാൻ റോസം ആണ്. ഗൈഡോ വാൻ റോസം. ഓപ്ഷൻ ബി ഗൈഡോ വാൻ റോസം. 51 HTML ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? HTML ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആരാ? ടിം ബെർണേഴ്സ്-ലീ ആണ്. ഓപ്ഷൻ ബി ടിം ബെർണേഴ്സ്-ലീ ആണ്. HTML ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാ? ടിം ബെർണേഴ്സ്-ലീ ആണ്. 52 പ്രോഗ്രാമുകൾ എഴുതുന്നതിനായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? പ്രോഗ്രാമുകൾ എഴുതുന്നതിനായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? ഏതാ? ഇംഗ്ലീഷ്. ഓപ്ഷൻ എ ഇംഗ്ലീഷ്. 53 ജാവ ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജാവ ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാ? ജെയിംസ് എ ഗോസ്ലിംഗ് ആണ് കേട്ടോ. ജെയിംസ് എ ഗോസ്ലിംഗ്. ഇനി 54 ബി ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബി ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവ് ആരാ? ഓപ്ഷൻ സി കെൻ തോംസൺ ആണ്. ഓപ്ഷൻ സി കെൻ തോംസൺ ആണ് ബി ലാംഗ്വേജിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്.